ബിഗ് ബോസിൽ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി 2 ദിവസം കൂടി ശേഷിക്കുന്നുള്ളത്. ഈ വരുന്ന ഞായറാഴ്ചയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അന്തിമ വിധി വരുന്ന ദിവസം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി പക്ഷേ ടോപ്പ് 5ന് പകരം ടോപ്പ് 6 ഉണ്ടാകുമെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവസാന നിമിഷം ആരും പ്രതീക്ഷിക്കാതെ ഒരു മത്സരാർത്ഥി കൂടി ബിഗ് ബോസ് വെയിറ്റിൽ നിന്ന് എവിക്റ്റ് ആവുകയും ചെയ്തു. ആദിലയായിരുന്നു ആ മത്സരാർത്ഥി. തുടക്കത്തിൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്ന ആദില, നൂറ എന്നിവരെ പിന്നീട് ബിഗ് ബോസ് 2 മത്സരാർത്ഥികളായി പരിഗണിക്കുകയായിരുന്നു. ഒടുവിൽ 95-ാം ദിവസമാണ് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട്ടത്. അതും ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ. എങ്കിലും വളരെ എളുപ്പത്തിൽ അതിനോട് പൊരുത്തപ്പെടാൻ ആദിലയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിത് ആദിലയ്ക്ക് നേരെ കടുത്ത വിമർശനമാണ് അനുമോൾ ആരാധകരും പ്രേക്ഷകരും പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഒരു ഘട്ടത്തിൽ ആതിര, അനുമോൾ, നൂറ എന്നിവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അതിന് വലിയ രീതിയിൽ വെല്ലുവിളിയേറ്റത് കഴിഞ്ഞ ദിവസമാണ്. മുൻ മത്സരാർത്ഥികൾ വീണ്ടും ചില ഗസ്റ്റായി വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ സംഭവത്തിന് പിന്നാലെയാണ് പുറത്തായ ആദിലയ്ക്ക് നേരെ അനുമോൾ ആരാധകർ രംഗത്ത് വന്നിരിക്കുന്നത്. ആദില അനുമോളെ ഒരിക്കലും അല്ല, പലവട്ടം പിന്നിൽ നിന്ന് കുത്തിയതാണെന്നാണ് ആക്ഷേപം. ഒരിക്കലും ആദില അനുമോളുടെ സുഹൃത്തല്ലെന്നും എല്ലാവരും പറയുന്നു. ആദിലയും നൂറയും അനുമോളുടെ ഫ്രണ്ട്സാണ് എന്നിട്ട് പറഞ്ഞു നടന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം അനുമോളെ ഇത്രയ്ക്ക് കുത്തി നോവിച്ച് ഉപദ്രവിച്ചും ഷാനവാസനോട് പറഞ്ഞപ്പോൾ അനുമോൾ വന്ന് അവരോട് ഒരു ദേഷ്യവും കാണിക്കാതെ കൈകൊടുത്ത് പോയി. നിങ്ങൾ എനിക്ക് ഇവിടെ കിട്ടിയ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് അനുമോൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് വിശ്വസിച്ച ഒരു രാത്രി കഴിഞ്ഞ് രാവിലെ മോർണിംഗ് ടാസ്കിൽ ഹൗസിൽ നന്ദി പറയാനുള്ള ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അതിന് അനുമോളെ എന്തൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും സിനിമയിലെ കട്ടപ്പയൊക്കെ ഒരു വട്ടം എൻ്റെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളൂ. ഇത് എത്ര വട്ടമാണെടീ പിന്നിൽ നിന്ന് കുത്തുന്നത്? തിരിച്ച് അനുമോൾ നന്ദി പറഞ്ഞത് ആദിലിനെയും നൂറയെയാണ്. ഇവരെ ഒന്നിപ്പിക്കാൻ നോക്കിയ ഷാനവാസ് പോലും പകച്ചുപോയ നിമിഷമായിരുന്നു അത്. അനുമോൾ അറിയുന്നില്ല ഇവരൊക്കെ എത്രത്തോളം ദുഷിപ്പാണ് പുറത്തുനിന്നുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അനുമോളെ പറ്റി പറയുന്നത് എന്ന്. പക്ഷേ ആദിലയും നൂറയും അനുമോൾ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അവരുടെ ശത്രുത എറിഞ്ഞു കൊടുത്തിട്ടില്ല. ഒരിക്കലും ആദില എന്നൊരാളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും കട്ടപ്പ പ്രോമാക്സ് പേഴ്സണാലിറ്റിയാണ് ആദിലയുടേത്.